കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനെന്നും നടപ്പിലാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകിയാണ് UDF ഭരണം നേടിയതെന്നും രാജ്യസഭാ എംപിയും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റുമായ A.A. റഹീം പറഞ്ഞു. എരുമപ്പെട്ടിയിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ 16ാമത് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യയാത്ര വാഗ്ദാനം നൽകിയിട്ട് ഇപ്പോൾ അത് പ്രായോഗികമല്ലെന്ന് പറഞ്ഞ് സാധാരണ സർവീസുകളിൽ മാത്രമാക്കി ഒതുക്കി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ PM ശ്രീ പദ്ധതിയെ എതിർത്ത കോൺഗ്രസും ലീഗും അധികാരം ലഭിച്ചപ്പോൾ PM ശ്രീയിൽ നിന്ന് പിന്മാറുന്നത് പ്രായോഗികമല്ലെന്ന് ഇപ്പോൾ അഭിപ്രായപ്പെടുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദിയുടെ പേരാണ് വി.ഡി. സതീശൻ. മുൻ സർക്കാർ ഒപ്പുവെച്ചത് കൊണ്ട് അതിൽ നിന്ന് പിന്നോട്ട് പോവുക സാധ്യമല്ല, പ്രായോഗികമായത് പറ്റില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അപ്പോൾ ലളിതമായൊരു ചോദ്യം അല്ലയോ സ്വയം പ്രഖ്യാപിത നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് നെഹ്റുവിയൻ ലെഫ്റ്റായ ശ്രീ വി.ഡി. സതീശ, പ്രായോഗികമായി നടക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാതെയാണോ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീയിൽ നിന്ന് പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചതെന്ന്? അതുപോലെ തന്നെ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ അനുമതി നൽകാൻ കേന്ദ്ര നിയമം മൂലം സാധ്യമല്ല എന്നറിഞ്ഞിട്ടും വോട്ടിനു വേണ്ടി വാക്കു നൽകി വി.ഡി. സതീശൻ യുവാക്കളെ വഞ്ചിച്ചു. കേന്ദ്ര നിയമം നിലനിൽക്കുമ്പോൾ വാഹനങ്ങളിലെ മോഡിഫിക്കേഷൻ കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ലേ, കുട്ടികളുടെ ആഗ്രഹമല്ലേ, ജൻസി അതെല്ലാം ആഗ്രഹിക്കുന്നു, അതൊക്കെ ചെയ്തു കൊടുത്തേക്കാം എന്നു പ്രഖ്യാപിച്ചത് പ്രായോഗികമായി ആലോചിക്കാതെയാണ്. ഒരു വ്യത്യാസവുമില്ലാതെ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് ഇനി സൗജന്യമായി സഞ്ചരിക്കാമെന്ന് അന്ന് പറഞ്ഞത് വോട്ടു കിട്ടാൻ പച്ചക്കള്ളം പറയുന്ന കേരളം കണ്ട ഇന്നോളമുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ക്രെഡിബിലിറ്റി എന്ന വാക്ക് അടുത്തുകൂടെ പോലും പോകാൻ പറ്റാത്ത അവസരവാദ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമാണ് ശ്രീ വി.ഡി. സതീശൻ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്രം ഭരിച്ച കോൺഗ്രസും BJPയും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടപ്പിലാക്കിയ സാമ്പത്തിക നയം തൊഴിലില്ലായ്മയും പട്ടിണിയും രൂക്ഷമാക്കി. ഇത് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയാത്ത മഹാഭൂരിപക്ഷത്തെയാണ് നരേന്ദ്രമോദി സർക്കാർ ഇവിടെ സൃഷ്ടിച്ചത്. ഈ നയം തന്നെയാണ് അധികാരത്തിലെത്തിയ വി.ഡി. സതീശന്റെ സർക്കാർ പിന്തുടരുന്നതെന്ന് ധവളപത്രം ഇറക്കിയതിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. നരേന്ദ്രമോദി ഗവൺമെന്റ് 2014 മുതൽ ഈ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സാമ്പത്തിക മേഖലയിലെ സാമ്പത്തിക സമീപനത്തിന്റെ ഘടനാപരമായ മാറ്റങ്ങൾ അഥവാ സ്ട്രക്ചറൽ റിഫോംസിന്റെ കൃത്യമായ അഭിപ്രായ പ്രകടനമാണ് അന്ന് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞത്. അന്ന് ശ്രീ A.K. ആന്റണിയും ഉമ്മൻചാണ്ടിയും നടപ്പിലാക്കിയത് അതേ സ്ട്രക്ചറൽ റിഫോംസിന്റെ ഘടനാപരമായ മാറ്റങ്ങളുടെ ഒരു രൂപരേഖയാണ് കേരള നിയമസഭയിൽ കുറച്ച് ദിവസം മുമ്പ് ധനകാര്യവകുപ്പ് മന്ത്രി കൂടിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവതരിപ്പിച്ച ധവളപത്രം. കോൺഗ്രസിന്റെയും BJPയുടെയും അതിതീവ്ര വലതുപക്ഷ നയങ്ങൾക്കെതിരെ കർഷകർക്കും സാധാരണക്കാർക്കും യുവാക്കൾക്കും വേണ്ടി DYFI സമര പോരാട്ട പാതയിലേക്ക് ഇറങ്ങുമെന്നും A.A. റഹീം പറഞ്ഞു.